നമ്മളങ്ങനെ ഇതാ ബീജിങ്ങിൽ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 100 കിലോമീറ്ററിൽ എത്തിക്കഴിഞ്ഞിട്ടും നമ്മൾ ഇതുവരെ ടോളിൽ എത്തിക്കില്ല കേട്ടോ. എന്നോട് എൻ്റെ ഗൈഡ് പറഞ്ഞതെന്ന് വെച്ചാൽ ടോൾ ഗേറ്റ് ഉണ്ട്, ഓരോ 100 കിലോമീറ്റർ കൂടുമ്പോൾ ഏകദേശം 500 വെച്ച് കൊടുക്കണം. അപ്പോൾ ഒരു 700 ഉണ്ട് ഇവിടുന്ന് ബീജിങ്ങിലേക്ക്. അപ്പോൾ 3500 രൂപ അതിന് തന്നെ കാണണം എന്ന് പറഞ്ഞാൽ 3000 അല്ല, എന്നോട് പറഞ്ഞാൽ ഒരു $100 ഏകദേശം ഒരു 9-8 റുപ്യ ആവുന്നെല്ലാം പറഞ്ഞു. പക്ഷേ ഇത്രയും സമയമായിട്ടും നമുക്ക് മറ്റേ റോഡ് കിട്ടിയില്ല. ഈ കാണുന്ന ബ്ലൂ ഇല്ലേ, ബ്ലൂ പിന്നെ ടോൾ ഇല്ലാത്ത നോർമൽ റോഡ്, അതുകൊണ്ട് നമുക്ക് ഇനി 2 വേ റോഡ് കിട്ടുന്നത്. ഇനി പച്ച ആണെങ്കിലാണ് ടോൾ റോഡ് കിട്ടുക. ടോൾ റോഡ് ലെഫ്റ്റിൽ നമ്മൾ കാണുന്ന ഭാഗത്താണ് ടോളിൻ്റെ റോഡുള്ളത്. അപ്പോൾ ഇതുവരെ തട്ടുമുട്ടും ഇല്ലാണ്ട് 100 കിലോമീറ്റർ നമ്മൾ ഓടി വന്നു. പക്ഷേ ഞാൻ ആലോചിക്കുന്നത് ഇനിയിപ്പം നമുക്കിനിയിപ്പോൾ ഒരു 300 കിലോമീറ്റർ കഴിഞ്ഞാൽ ഒരു ടൗൺ എത്തും. അവിടെ നിന്ന് എണ്ണ അടിക്കണം. ഇവിടെ പമ്പ് ഒന്ന് കാണുന്നുണ്ട്, പക്ഷെ അവിടെ അത് ഓപ്പൺ ആണോ എന്നറിയില്ല. ഇല്ല, അത് അപ്പുറത്തെങ്ങാനാട്ടോ അതിൻ്റെ ഇത്. അപ്പോൾ ഇത്രയും സമയമായിട്ടും നമ്മൾ ഇങ്ങനെ ഒരു നോർമൽ ഹൈവേയിലൂട്ടിയാണ് പോകുന്നത്. ടോൾ റോഡ് കിട്ടിയിട്ടില്ല കേട്ടോ, എക്സ്പ്രസ് ഹൈവേ കിട്ടിയിട്ടില്ല. ഇതാണെങ്കിൽ 2 വേ ആണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പച്ച ബോർഡിൽ വേണമെങ്കിൽ നമുക്ക് ടോളിൽ കയറാമെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അധികം ലോറിക്കാറും കാറുകാരും ഇതിലൂട്ട് തന്നെ പോകുന്നത്. കാരണം ടോൾ ഭയങ്കര പൈസയല്ല, അത് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും ഇതിലൂട്ട് പോകുന്നുണ്ടാവുക. കണ്ട അപ്പുറത്തൊരു പച്ച ബോർഡ്. പക്ഷെ നമുക്കൊരു 100 കിലോമീറ്ററിന് നേരെ പോകാൻ പറയുന്നുണ്ട്. ചിലപ്പോൾ അത് ടോൾ റോഡിലേക്കാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ റോഡിൽ ലൈറ്റും ഇല്ല, ഒന്നുമില്ല. പക്ഷെ നല്ല ഫിനിഷിങ് റോഡാണ് കേട്ടോ. ചൈനയുടെ റോഡ് ഒരു സംഭവമാണ്. ഇപ്പോൾ നമ്മൾ റഷ്യയിലൂട്ടെയും തുർക്കിയിലൂട്ടെയും ട്രാവൽ ചെയ്യുന്ന പോലെ ഉണ്ട്. റഷ്യയിൽ പിന്നെ ഫുള്ള് ടോളാണ്. എത്രയാണ് നമ്മൾ ടോൾ കൊടുത്തത്. പക്ഷേ റഷ്യനേക്കാളും പൈസയാണ് റഷ്യനേക്കാളും പൈസയാണ് ചൈനയിൽ ടോളിന്. അപ്പോൾ നമ്മൾ ഇതുവരെയും ടോൾ റോഡ് കയറിയിട്ടില്ല. കുറേ എന്താ പറയണ്ട ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ കുറേ ലോറിയും അതുപോലെ തന്നെ ട്രക്കും 4-5 കാറെല്ലാം ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ ഇങ്ങനത്തെ റോഡ് ബീജിങ് വരെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 6-7 റുപ്യ ലാഭിക്കാൻ പറ്റും. ഞാൻ അങ്ങനെ ആലോചിക്കാം, അങ്ങനെ കിട്ടിയെങ്കിൽ എത്ര നല്ലേനു. ഓരോ കിലോമീറ്റർ വെച്ച് 600 ടോള് പോവുകയാണെങ്കിൽ ആലോചിച്ച് നോക്കട്ടെ എത്രയായി. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഈ റോഡ് തന്നെ പോവാമെന്ന് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ എക്സ്പ്രസ് കയറിയിട്ട് പാന് പോയിട്ടൊന്നും കാര്യമൊന്നുമില്ല, വെറുതെ എണ്ണ ചവിട്ടി തീരാന്നല്ലാണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇന്ന് ബീജിങ്ങിൽ ഈ ഒരു ഹൈവേ റോഡ് തന്നെ പിടിക്കാം. നമ്മൾ ടോൾ റോഡിൽ കയറും കേട്ടോ. ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കാൻ പറയുന്നുണ്ട് 4 കിലോമീറ്റർ കഴിഞ്ഞാൽ. വേണ്ടേനും കുട്ടി, നമുക്ക് ഇതന്നെ മതി. ടോൾ റോഡ് കയറി പോകാനാ പറയുന്നത്. ടോൾ റോഡാണോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ വേറെന്തെങ്കിലും ആണോ എന്നറിയില്ല കേട്ടോ. നമ്മൾ ലെഫ്റ്റ് ഭാഗത്ത് കാണുന്ന നിരക്കാനുള്ള ലൈറ്റില്ലേ, അതാണ് ടോൾ റോഡ്. നമ്മൾ അബുദാബിയിലുള്ള ഇങ്ങനത്തെ ചില റോഡുകൾ കണ്ടിരുന്നു. ഒരു ചെറിയൊരു തുർക്കി പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് രാത്രി ആയതുകൊണ്ട് നമ്മൾ ഈ പുല്ലൊന്നും കാണുന്നില്ല എന്നുള്ളൂ. കുറച്ച് വണ്ടികൾ വരുന്നുണ്ട്, വണ്ടി ഇല്ലാന്നല്ല. ഇവർ ഈ ഹൈവേ ഇങ്ങനെ വിട്ടാളഞ്ഞ് ലൈറ്റൊന്നും ഇല്ലാണ്ട് വളരെ മോശമായിപ്പോയി. എന്താ ഇങ്ങനെ ഡിമ്മാകാത്ത? ചില ട്രക്കുകളുണ്ടല്ലോ ബ്രൈറ്റ് ആക്കിയതും പോരാ, ഫോഗ് ലാമ്പ് മഞ്ഞ പച്ച നീല എന്തെല്ലാം കളറിലാണ് ഇവിടെ ചൈനയിലുണ്ട് ഓരോ ട്രക്ക് കാണാൻ. ഫുള്ള് മംഗലപ്പുര പോലെ ഉണ്ടാവുക. ഈ നീല ബോർഡ് ടോൾ ഇല്ലാത്ത റോഡാട്ടാ, മറ്റേതാണ് പച്ചയാണ് ടോള്. പക്ഷെ നമുക്കിപ്പോഴും നേരെ പോയിട്ട്
1 കിലോമീറ്റർ ലെഫ്റ്റ് എടുക്കാനാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ടോൾ റോഡല്ലായിരിക്കും. ഇതാകുമ്പോൾ 100-ൽ ചവിട്ടി പിടിച്ചാൽ അത്യാവശ്യം മൈലേജും കിട്ടും, വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോവാം. നമുക്ക് ടോൾ റോഡ് കയറണം. ആ കാണുന്നതാണ് മക്കളെ ടോൾ റോഡ്. ടോൾ റോഡ് വേണ്ടായിരുന്നല്ലോ. ഇപ്പം എത്ര പൈസ കൊടുക്കണം? ഇപ്പോൾ 500 വെച്ച് കൊടുക്കണം. ടോൾ റോഡ് ടോളില്ലാത്തൊരു റോഡ് കിട്ടുമെന്നിപ്പം ഞാൻ ഇവിടെ സൈഡാക്കിയിട്ട് നോക്കട്ടെ. ടോളില്ലാത്ത റോഡ് കിട്ടുകയാണെങ്കിൽ G208 G55 ഇതിലേതാണ് വേണ്ടത്? Turn left in 200 meters. മിണ്ടാണ്ടിക്ക്, ഞാൻ മറ്റേ നോക്കട്ടെ. ഇത് നേരെ പോയാലെത്തുമോ? നമ്മൾ ലെഫ്റ്റ് തന്നെ പോകേണ്ടി വരും കേട്ടോ. പക്ഷെ അതെന്ത് റോഡാന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും പോയി നോക്കാം. ടോള് റോഡിലേക്ക് തന്നെയാണ്, നാശത്തിലേക്കാണ് നിന്റെ പോക്ക് എന്ന് പറഞ്ഞ പോലെ. ടോള് റോഡിലേക്കാണ് നമ്മൾ പോകുന്നത് മക്കളെ. ടോള് വേണ്ട. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? പക്ഷെ ടോൾ എല്ലാം തോന്നുന്നു കേട്ടോ. ഇത് പിന്നെയും ഇത് ഇങ്ങനത്തെ റോഡിലേക്ക് തന്നെയാണല്ലോ പോകുന്നത്. അത് നേരെ ഒരു റൈറ്റ് കാണുന്നുണ്ട്. ഇതുണ്ടോ ഓരോ വണ്ടിൻ്റെ ഫ്രണ്ടിൽ ഇതെല്ലാം കോളത്തിലാണ് ലൈറ്റ്. നമ്മുടെ നാട്ടിലെ MVD ഒരു എക്സ്ട്രാ ലൈറ്റ് പിടിപ്പിച്ചാൽ കുൽമാല. അപ്പോൾ ചൈനയിലെ വണ്ടികളിൽ ലൈറ്റുകൾ നോക്കിയാട്ടെ, അവർക്കെല്ലാം നല്ല ലൈറ്റിലാണ്ടൊന്നും അവർ വണ്ടി ഇറക്കുന്നില്ല. ഒന്നാമത് റോഡിൽ അപകടം വരുന്നതും അത്യാവശ്യം വെളിച്ചം ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ സമയത്തിനത് ഡിമ്മാക്കണം. ഇത് ടോൾ റോഡല്ല കേട്ടോ. ഇതാ ബ്ലൂ ബോർഡ് കണ്ടാൽ ടോളല്ല. അപ്പം നമുക്ക് ടോള് കിട്ടാണ്ട് ചിലപ്പം എത്തുമായിരിക്കും. ഇതല്ലേ എന്ത്, ഇവർക്കൊരു ഇംഗ്ലീഷ് വെച്ചൂടെ? എന്താ ഇത്? ഇവരും റഷ്യയും സെയിമാണ്. ഒരു സ്ഥലത്ത് ഇവരെ ഭാഷ അല്ലാണ്ട് വെക്കൂല. നമ്മൾ ഫസ്റ്റ് ഒരു റൗണ്ട് ബോട്ട് കിട്ടിയാട്ടെ. ഇവിടെ എത്തിയമ്പാടും ആദ്യമായിട്ടൊരു റൗണ്ട് ബോട്ട് 208 പോവാനാ പറയുന്നത്. ഇതാ ഒരു പമ്പ്. പക്ഷെ നമുക്കിപ്പോൾ ആവശ്യമില്ല, നമുക്കൊരു 200 കഴിഞ്ഞിട്ട് മതി. ചൈനയിലെ പെട്രോൾ പമ്പ് കാണാത്തവർ കണ്ടുകൊള്ളുക. Proceed past the first exit. Chinese petrol pump. Exit roundabout. എനിക്ക് തോന്നുന്നത് നമ്മൾ വീണ്ടും സാധാ ഹൈവേയിൽ തന്നെയാണ് ഓടിക്കുന്നത് കേട്ടോ. ടോൾ റോഡ് കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എനിക്കൊന്ന് ഓരോ 100 കിലോമീറ്റർ കഴിഞ്ഞാൽ ഇതുപോലത്തെ റൗണ്ട് ബോട്ടിൽ നിന്ന് പമ്പ് കിട്ടും. അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചിട്ടാണ് മംഗോളിയൻ ബോർഡറിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഫുൾ ടാങ്ക് അടിച്ച് വന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നൊരു ചെറുങ്ങനെ ചവിട്ടിയല്ലോ, ഒരു 30-40 ഒരു 90-100ൻ്റെ ഇടയിൽ പിടിച്ച് ചവിട്ടിയാൽ നമുക്കൊരു 430-400 കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിതൊരു 350 പിടിച്ചിട്ട് 350 കഴിഞ്ഞിട്ട് എണ്ണ അടിക്കാം. വെറും നമ്മൾ മാത്രം ഇടയ്ക്കിടയ്ക്ക് റോഡുമ്പിൽ ഉണ്ടാകുന്നുള്ളൂ കേട്ടോ. ഇപ്പം എന്തോ ഒരു സാധനം കണ്ടല്ലോ, ലൈറ്റ്. നല്ല ലൈറ്റ് ആ പോകുന്ന സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്.
ബീജിങ്ങിൽ എത്തിയിട്ട് വേണം നമ്മളെ ശരിക്കുള്ള എക്സ്പ്ലോർ തുടങ്ങാൻ. പക്ഷേ 14 ദിവസത്തെ വിസൻ്റെ ഉള്ളിൽ എന്തെല്ലാം സ്ഥലത്ത് പോകാൻ പറ്റുമോ, എന്തെല്ലാം കാണാൻ പറ്റുമോ എനിക്കൊരു പ്രതീക്ഷയില്ല. നമ്മളെല്ലാം ഓടി കണ്ട് തീർക്കേണ്ട ഒരു രാജ്യമാണ് ചൈന. ഞാൻ വിചാരിച്ചത് 1 മാസത്തെ വിസ, കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വിസ കിട്ടിയപ്പോൾ 1 മാസത്തെ കിട്ടീനി. ഇപ്രാവശ്യം നമ്മൾ കാൻഡൻ ഫെയറിൻ്റെ പേരിലാണ് വിസ എടുത്തത്. അതുകൊണ്ട് ആകെയും 14 ദിവസത്തേ ഉള്ളൂ. ഈ ഇത്ര വലിയ ട്രെയിലറിലുണ്ടല്ലോ, പെട്ടെന്ന് കണ്ടിട്ടില്ലെങ്കിൽ നേരെ പോയി ഒറ്റ ഇടിക്കലായിരിക്കും. അല്ല, ഇയാളെന്താ വളച്ചിട്ട് ഇങ്ങനെ പകുതിക്ക് വെച്ച് പോയിന്? ഹോവോ, അതാരാ ഹോവോ? എന്തൊരു ലൈറ്റാ, കണ്ണെന്താ ലൈറ്റ്.